ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരെ കെട്ടിയിട്ട് മർദ്ദിച്ചു. കട്ടപ്പനയിലെ ഗ്യാസ് ഏജൻസി ജീവനക്കാരെയാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. സംഭവത്തിൽ 2 പേരെ കുമ്മളി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ മർദ്ദനത്തിന്റെ കാരണം എന്താണ്? എവിടെ വെച്ചായിരുന്നു മർദ്ദനം? ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അഖില, കട്ടപ്പനയിൽ നിന്നുള്ള ഒരു ഗ്യാസ് ഏജൻസിയുടെ 2 ജീവനക്കാരാണ് ഈ കുമളി മേൽവാഴ എന്ന സ്ഥലത്തെത്തിയത്. അവർ ഗ്യാസ് ഏജൻസിയുടെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടും പുതിയ ഗ്യാസ് കണക്ഷനുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടും അവിടെ എത്തിയതായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടുകാരുമായി തർക്കമുണ്ടാകുന്നത്. ആ വീട്ടിലുണ്ടായിരുന്ന പാൽരാജ്, മകൻ അശോകൻ, ഇവർ രണ്ടുപേരുമാണ്. ഇവർ രണ്ടുപേരും കണ്ടാലറിയാവുന്ന മറ്റ് 5 പേരുമാണ് ഇവരെ മർദ്ദിക്കുന്നത്. കാര്യം ഇയാൾ അവിടെ കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. പോലീസ് അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പാൽരാജും അതോടൊപ്പം തന്നെ മകൻ അശോകനും ചേർന്നാണ് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ ജിസ്മോൻ സണ്ണി എന്നയാളെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. പോലീസ് അവിടെ എത്തിയപ്പോഴാണ് ഇവരെ പിന്നീട് കയറൂരി മാറ്റുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തത്. വലിയ തോതിലുള്ള മർദ്ദനം ഇവർക്കെതിരെ ഉണ്ടായി. ഈ ജിസ്മോൻ സണ്ണിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരി പ്രതീക്ഷയെയും വലിയ മർദ്ദനമാണ് നടത്തിയത്. പ്രതീക്ഷ ഒരു സ്ത്രീയാണ്. അവരെയും വലിയ തോതിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ പരാതിയിലാണ് ഇപ്പോൾ കുമളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മേൽവാഴ സ്വദേശികളായ പാൽപാണ്ഡ്യയും മകൻ അശോകനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികളുമായി കുമളി പോലീസ് പോവുകയാണ്. ജിസ്മോനും പ്രതീക്ഷയും ഇപ്പോൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.